അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോക്രിയേറ്റിൽ നമ്മൾ ഡിജിറ്റൽ ഇല്ലസ്ട്രേഷനൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ വെൽക്കം ടു ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ ഞാനിതിൽ ആദ്യം പ്രോക്രിയേറ്റിൽ ഞാൻ സെറ്റിങ്സ് എടുത്തു. എന്നിട്ട് സെറ്റിങ്സിൽ ഞാൻ ക്യാൻവാസ് എടുത്തു. അതിൽ ഞാൻ ക്രോപ്പ് ആൻഡ് റീസൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളെടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിങ്സിൽ ഞാനത് 300 റെസൊല്യൂഷൻ ആക്കിയിട്ട് വയ്ക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തും സേവ് ചെയ്യുമ്പോൾ ഹൈ റെസൊല്യൂഷനായിട്ടാണ് അത് സേവ് ആവണത്. ഓക്കെ, അപ്പം ഞാൻ അത് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാം. നമുക്ക് ലേയേഴ്സ് വേണം. അപ്പോൾ ഡിജിറ്റൽ ഇല്ലസ്ട്രേഷന് ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ ഇമേജസ്, ടെക്സ്റ്റ്, കണ്ടൻറ്റ് ഒക്കെ ഒരു ലെയറിൽ, എല്ലാം ഒരു ലെയറിലായാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് സപ്പോസ് ഇപ്പോൾ ഞാനൊരു ഇത് ചെയ്യാം. സോ ഒരു ഇപ്പോൾ ആ ഒരു ഇതെടുത്ത് കഴിയുമ്പോൾ ആ ലെയറിൽ കുറേ ലെയേഴ്സ് കാണാനില്ലേ? ലെയർ 1, ലെയർ 2, ലെയർ 3, ലെയർ 4. ആ ഓരോ ലെയറിലാണ് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ഇത് നമ്മൾ ഒരു ലെയറിലാണ് ഇത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിലൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ, എന്ത് ഇമേജ് എടുത്താലും എന്ത് ടെക്സ്റ്റ് എടുത്താലും അതിൻ്റെ മുകളിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ധാരാളം കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാനൊരു എന്താ പറയുക, ഞാൻ ഒരു സപ്പോസ് ഞാനൊരു ഈ ഒരു ഇമേജ് ഇപ്പം ഞാനൊരു ഇമേജ് ഈ ഒരു ഇമേജ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാമെന്ന് പറയും. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് കളർ ഇട്ടിട്ട് നമുക്ക് യു ക്യാൻ ചേഞ്ച് ദ സെറ്റിങ്സ് ഇൻ ദ ലെയർ ബാക്ക്ഗ്രൗണ്ട് വിത്ത് ദ കളേഴ്സ്. നമുക്കത് ചൂസ് ചെയ്യുമ്പോൾ ഈ കളറൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതൊരു ടെക്നീക്കാണ്. നമുക്കൊരു ടെക്നീക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുക്കിനൊക്കെ, പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ഫങ്കി ആയിട്ടുള്ള ഇമേജസ് ആണെങ്കിൽ അങ്ങനെ അല്ല. ഇതൊരു കഥകളിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് തന്നെ ഒരു വേഷം ഉള്ള ഒരു ഇതാണ്. സോ ഐ തിങ്ക് അത് നോക്കുമ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഐ എം ജസ്റ്റ് ലുക്കിംഗ് ഫോർ ദി പെർഫെക്റ്റ് ഫിനിഷ്. ആക്ച്വലി ഈ കളറല്ല, വേറൊരു കളറ് ഞാൻ എടുക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് സോ ഐ വിൽ ഗോ വിത്ത് ബ്ലൂ. എന്നിട്ട് ഞാൻ ആ ബ്ലൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ലൈക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നുന്നുണ്ടാവും. നമ്മൾ ഓരോ ഇമേജും ആ ഇമേജിൻ്റെ മുകളിൽ പുറത്തുള്ള കാര്യങ്ങളാണ്. ശരിക്കും ഇത് അതേ ഒരു സുഖമല്ലേ ശരിക്കും. അപ്പോൾ പ്ലേ അറൗണ്ട് വിത്ത് കളേഴ്സ് ഫസ്റ്റ്. നമ്മൾ ആദ്യം അതാണ് ചെയ്യേണ്ടത്, പ്ലേ അറൗണ്ട് വിത്ത് കളേഴ്സ്. ആൻഡ് ദെൻ ഫൈനലി ഇഫ് യു ഫൈൻഡ് എ കളർ, എ സൂട്ടബിൾ കളർ, ഒരു നമുക്ക് ഈ ഫോട്ടോഷോപ്പിലൊക്കെ എഡിറ്റ് ചെയ്യണ പോലത്തെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റും. സാധാരണ നമ്മളിപ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ, ദിസ് ഈസ് ലൈക്ക് ഇഫ് യു ക്യാൻ സീ ഐ ജസ്റ്റ് ചേഞ്ച്ഡ് ഇറ്റ് ഇൻ ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൊണ്ടുവരാം. ആൻഡ് ദെൻ യു ക്യാൻ ആഡ് ഓൺ കളർ വിച്ച് ഈസ് ലൈക്ക് യു ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് ബുക്സ്, to write. ഇങ്ങനെ ഒരു ബുക്സ് ടു റൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ല, ഇതല്ല വേണ്ട, നമുക്ക് യു വാണ്ട് ടു ആഡ് ടെക്സ്റ്റ്. അപ്പോൾ സെയിം സ്റ്റോറി ഓഫ് ഭീമ. സോ ഭീമ കൺഫ്രണ്ടിങ് വിത്ത് ദി ഹനുമാൻ. അപ്പോൾ അതാണ് ശരിക്ക് കാട്ടിൽ പോകുമ്പോൾ ഭീമൻ കാട്ടിൽ പോകുമ്പോൾ കൺഫ്രണ്ട് ചെയ്യണ ഹനുമാനെ. അപ്പോൾ ഓ ഭീമ, അല്ലെങ്കിൽ ഭീമൻ
പറയുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഭീമ കൺഫ്രണ്ടിങ് ഹനുമാൻ ഹനുമാൻ എന്ന് എഴുതാണ്. അപ്പോൾ ഇതൊരു എന്താണ് പറയുക, ഒരു സ്റ്റോറിയുടെ ഒരു ലൈൻ നമ്മൾ ജസ്റ്റ് ഒരു ഒരു അറിയാൻ വേണ്ടിയിട്ട്, ഓക്കെ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓവർ ഹിയർ, അല്ലെങ്കിൽ ആ ബുക്ക് അതാണ് എന്നൊക്കെ നമ്മൾ വെറുതെ പറയണേക്കാട്ടിലും നല്ലത് നമ്മളിങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ ലൈക്ക് ഇറ്റ്സ് എ വെരി ഇൻട്രീഗിങ് തിങ്. അപ്പോൾ എന്നിട്ട് ഞാൻ അതിനെ ഐ എം നോട്ട് ഡൂയിങ് സംതിങ്, ആൻഡ് ദെൻ add on another text saying notebook that inspires you എന്നുള്ള ഒരു കണ്ടൻറ്റും കൂടെ സൈഡിൽ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഓക്കെ, ദിസ് ഈസ് ലൈക്ക് an ad, ഒരു ആഡ്, ആൻഡ് ദെൻ യു ക്യാൻ ആഡ്. ഇപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ഞാൻ അതിനെ ഒരു ഇതാക്കിയിട്ട് ഞാൻ എഴുതി കാണിച്ചു തരാം. ലൈക്ക് പ്രോപ്പർ ഡിസൈനായിട്ട് കാണിച്ചു തരാം. ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ്. സോ ദിസ് ഈസ് ലൈക്ക് ഇത് ഞാനിനി സേവ് ചെയ്യാൻ പോവുകയാണ്. ഐ എം ജസ്റ്റ് ഗോയിങ് ടു സേവ് ഇറ്റ് ആസ് JPEG ആയിട്ട് ഞാൻ സേവ് ചെയ്തു. നിങ്ങളിത് കാണുമ്പോൾ ടൈം ലാപ്സ് വീഡിയോ ആയിട്ടാണ്, പക്ഷേ ഞാനിത് ഈച്ച് 1 by 1 ഞാൻ കാണിച്ചു തരാണ്. സോ ദിസ് ഈസ് ലൈക്ക് ഭീമ കൺഫ്രണ്ടിങ് ഒരു ഞാനിപ്പോൾ സേവ് ചെയ്ത ഈ ഒരു JPEG കാണാൻ പറ്റും. ദാറ്റ് ഇറ്റ് ഈസ് എ ഫൈനൽ തിങ് ആൻഡ് യു ക്യാൻ പബ്ലിഷ് ദിസ് ഇൻ Instagram, in Facebook. അപ്പോൾ ഞാനിത് എന്തായാലും ഐ എം ഗോയിങ് ടു പുട്ട് ദിസ് ഇൻ Instagram ബിക്കോസ് ഇറ്റ് ലുക്സ് വെരി ഒത്തൻറ്റിക്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നേക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മളൊരു പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഇടുന്നുള്ളത്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. Until next time, thank you for joining me into this കുട്ടി വീഡിയോ.